7-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ വായിക്കണം. അപ്പോൾ തന്നെ 13-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 13, 14, 15. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവൻ നിന്നു. ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ വചനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ പ്രാവശ്യം നമ്മൾ കേട്ട ഒരു സബ്ജക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്നത്. 11-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളുടെ ശുശ്രൂഷകൾ കർത്താവ് അവിടെ ചെയ്തെടുക്കുന്നു. ഇത് നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കപർണഹൂമിലാണ്. ഈ പുസ്തകത്തെ 5 തലത്തിൽ കൂടെ തിരിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ 18-ാമത്തെ 17-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതായി കാണാൻ കഴിയും. എന്നാൽ 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ ദൂതന്മാരോട് ഉത്തരം പറയുന്നതായി നമുക്കവിടെ കാണാൻ കഴിയും. 24 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് നമ്മൾ കാണാൻ കഴിയുന്നു. എന്നാൽ 38-ാമത്തെ വാക്യം മുതൽ നമ്മൾ തീർത്തുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പാപിയായ സ്ത്രീയെ ആ സ്ത്രീയിൽ അഭിഷേകം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ കൂടെ ഈ പുസ്തകത്തിനകത്ത് നമുക്കിവിടെ കാണാൻ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. സ്തോത്രം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള അധ്യായമായിരിക്കും ഈ 7-ാമത്തെ അധ്യായം, 11-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 13-ാമത്തെ വാക്യം നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്: അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട. സ്തോത്രം. ഈ വാക്ക് ഭയങ്കര ആഴമാണ്. ലോകം കരയിക്കാൻ നോക്കുമ്പോൾ കരയേണ്ട എന്ന് പറയാൻ ഒരു ദൈവം ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്ന വീട്ടിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. എത്രത്തോളം കരയിക്കാൻ പറ്റുമോ അതാണ് ഈ ലോകം. എത്രത്തോളം പഴിക്കാൻ പറ്റുമോ അതാണ് ഈ ലോകം. എന്നാൽ യേശു പറയുന്നത് സ്ത്രീയോട് കരയണ്ട. കാരണം അവൾ കരയുന്നതിൽ ഒത്തിരി കാര്യമുണ്ട് കേട്ടോ. സ്തോത്രം. ഒന്ന്, അവളൊരു വിധവയാണ്. 2, അവൾക്കൊരേ ഒരു കുഞ്ഞേ ഉള്ളൂ. സ്തോത്രം. ശ്രദ്ധിക്കൂ. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞാണെങ്കിലും 2 കുഞ്ഞാണെങ്കിലും 10 ഉണ്ടെങ്കിലും 100 ഉണ്ടെങ്കിലും അത് അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ തന്നെയാണ്, വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ തന്നെ ഈ വിധവയുടെ കണ്ണീര് കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി ദൈവമൈതലേ, ദൈവത്തിന് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുനീര് കണ്ട് മനസ്സലിയാൻ കർത്താവിന് കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാ. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ നമ്മെ കരയിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമ്മെ കുത്തിവേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി പുറകെ നടക്കും. അവർ എല്ലാ ഭാഗത്തും നമ്മെ ശ്രദ്ധിച്ച് മുമ്പിലോട്ട് പോകും. പക്ഷെ യേശു മനുഷ്യൻ പുറമേ നോക്കി വിധിക്കുമ്പോഴും കരയിപ്പിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും സമൂഹത്തിൽ ഇന്നലെ സംസാരിച്ചവർ സംസാരിക്കാതെ മാറിപ്പോകുമ്പോഴും യേശു ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്: സ്ത്രീയെ, നീ എന്ത് ചെയ്യണ്ട? കരയണ്ട. സ്തോത്രം. ഇതിനകത്ത് ആരെങ്കിലും കരയുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, കരയണ്ട. സ്തോത്രം. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു ദൈവം ഇന്ന് രാത്രി
നിന്റെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ക്ഷണിച്ചിട്ടല്ല കർത്താവ് നമ്മെ വിടുവിച്ചത്. ഒരിക്കലും ആമേൻ പറയാനും പുകഴുവാനും ഒന്നുമില്ലാതിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അടുത്തിറങ്ങി വന്നു. സ്തോത്രം. ഞാൻ പറയുന്ന കേൾക്കാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ വളരെ ടയേർഡാണ്. സ്തോത്രം. എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. ഭയങ്കരമായിട്ട് ഞാൻ ടയർഡായിരിക്കുകയാണ്. കാരണം ഇന്ന് ആരെങ്കിലും ഒരാളിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് ആക്കിയത്. പ്രൈസ് അത്ര ആമേൻ വിഷമിച്ചത്. പക്ഷേ ഇന്ന് രാത്രി ഈ വചനത്തിലേക്ക് വരുമ്പോൾ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ദൈവം ഇതിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആമേൻ. ദൈവം ഇതിലെ കരയിപ്പിക്കാൻ ഒരു കൂട്ടം പേർ നോക്കിയിരിക്കുമ്പോൾ ഈ ഡെഡ് ബോഡിയെ ഒന്ന് അടക്കം ചെയ്താൽ ആ കുടുംബത്തിനകത്ത് കണ്ണുനീരുകൾ തോരാതെ നിൽക്കുമെന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു സമൂഹം മാറി നിന്ന് കളിയാക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ആമേൻ. സ്തോത്രം. കർത്താവ് പറയുന്നത് നീ കരയണ്ട. ഇനി അവളുടെ കണ്ണീന്ന് കണ്ണീന് വരത്തില്ല. കാരണം പറഞ്ഞത് സൃഷ്ടിച്ചവനാണ്. ഹല്ലേലൂയ. പറഞ്ഞത് കാര്യസ്ഥൻ എന്ന് പറഞ്ഞ് ജനത്തെ കണ്ണുനീര് തുടയ്ക്കാൻ പറഞ്ഞ കർത്താവ് പറയുക, നീ ഇനി കരയണ്ട. ഇന്നലെ വരെ നീ കരഞ്ഞല്ലോ, ഇന്ന് നീ കരയണ്ട. തീർന്നില്ല കേട്ടോ. ആമേൻ. നിന്നെ കരയിപ്പിച്ചവരെ, നിന്നെ ക്ലേശിപ്പിച്ചവരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ദൂതിലേക്ക് നമുക്ക് വരാം. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്താട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം, അതിനകത്ത് ഒരു ദൈവിക ആലോചന ഇന്ന് രാത്രിയിൽ നമുക്ക് ആമേൻ കേൾക്കുവാനുണ്ട്. സ്തോത്രം. വായിച്ചേ 60:14 ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. 60:14. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. ആമേൻ. ഒരു ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവിടെ ഇരുന്ന് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കിടുങ്ങട്ടെ. സ്തോത്രം. ഇന്നലെ നീ കരഞ്ഞെങ്കിൽ കരഞ്ഞതിന്റെ 10 മടങ്ങായി നിന്നെ മാനിപ്പാൻ എൻ്റെ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കണ്ടോ, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ, ഹല്ലേലൂയ, സ്വസ്ഥതയില്ലാതെ നിന്റെ കാല് വന്ന് പിടിക്കാൻ പോകുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ, നിന്നെ മാറ്റി നിർത്തിയവരുടെ, നിന്നെ നിന്ദിച്ചവരുടെ, ആമേൻ, നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേൽ പരിശുദ്ധന്റെ സിയോൻ എന്നും നിന്നെ വിളിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ലൂക്ക 8:42, ന്യായാധിപന്മാർ 11:34, എബ്രായ ലേഖനം 11:17 മുതൽ 18 വരെ, ആമേ മത്തായി 20:34, മാർക്കോസ് 1:41, ആമേ പ്രൈസ് ലൂക്കായുടെ സുവിശേഷം 8:52, ആമേ 2 ശമൂവേലിന്റെ പുസ്തകം 3:31, ആമേ സ്തോത്രം. ഹാല് ലൂക്കായുടെ സുവിശേഷം പഠിക്കുമ്പോൾ 8:54, ആമേ മാർക്കോസ് ആമേ 5:41. ഈ വാക്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോ ആമേൻ ദൈവത്തിന്റെ ഭക്തന്മാര് പറയുന്ന ഒറ്റ കാര്യമേ ഇതേ ഉള്ളൂ. പേടി പിടിച്ചിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഇറങ്ങി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവരെ ഹൃദയത്തിനകത്ത് പേടി പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ആമേൻ ഇവരുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ വഴി തുറക്കത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാ സമയത്തും ആഹാരമുണ്ട്, എല്ലാ സമയത്തും സുഖമാണെന്ന് പറഞ്ഞിരുന്നാൽ ആരും പ്രാർത്ഥിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ ആമേൻ ഇനി വേറെ എന്താ, ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ പ്രാർത്ഥന കരച്ചിലും പ്രാർത്ഥനയായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി നോക്കിക്കേ, അതല്ല ഇവിടെ യേശു സൗഖ്യമാക്കിയത് മാത്രമല്ല, അവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ഉയർപ്പിന്റെ ശക്തിയിൽ അനേകർ പേടിച്ച് പിന്മാറിപ്പോയി. അവിടെ പറയുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ
ദൈവത്തെ മഹത്വീകരിച്ചു. സ്തോത്രം പറഞ്ഞേ. ദൈവനാമത്തെ എന്ത് ചെയ്തു? അവർ മഹത്വീകരിച്ചു. അവർ ദൈവത്തിന് സ്തോത്രം കൊടുക്കുവാനിടയായി. ഇത് ദൈവത്തിൻ്റെ വകയാ. ദൈവ പൈതലേ, ഇത് ദൈവത്തിൻ്റെ വകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വകയായിരിക്കുന്ന, ദൈവത്തിൻ്റെ പ്രോമിസ് ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇത് ദൈവത്തിൻ്റെ സമയമാണ് നിനക്ക്. ഈ രാത്രിയിൽ ആവർത്തന പുസ്തകം 18:15 പഠിക്കുമ്പോൾ 21, മത്തായി 21:11, ലൂക്ക 1:68. ഹല്ലേലൂയ. ദൈവ പൈതലേ, നമുക്കറിയാം ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതാത് സമയത്ത് നമ്മുടെ മധ്യേ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ലൂക്ക 2:20, 23:47, മത്തായി 8:9, 15 സ്തോത്രം 31. ഈ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. ദൈവത്തിന് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചെയ്യാൻ അത്ഭുതത്തിൻ്റെ ദൈവം ഈ രാത്രി നിന്റെ മധ്യേ ഇറങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. അവരെന്തു പറഞ്ഞാലും ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയും പ്ലാനുമുണ്ട്. അതേപോലെ അതിൻ്റെ സമയത്ത് നടക്കും. ആമേൻ. അതിൻ്റെ സമയത്ത് ദൈവം അത് ചെയ്യുമെങ്കിൽ ഹല്ലേലൂയ. ഈ രാത്രി മറന്നു പോകരുത്. മത്തായി 5:16, ലൂക്ക 13:13 മറന്നു പോകരുത് കേട്ടോ. ദൈവത്തിൻ്റെ സമയത്ത് നിന്നെ ദൈവം എണീപ്പിച്ചു നിർത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്താൽ മതി. ദൈവം നിന്നെ എണീപ്പിച്ചു നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ എണീപ്പിക്കണമെങ്കിൽ ഇവരുടെ മേൽ എന്തു വേണം? ഭയം വരണം. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ മേലൊരു ഭയം, ആമേൻ, ഒരു ഭയത്തിൻ്റെ ഭീതിയുടെ ശക്തി ഇവരുടെ മേൽ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ആ പട്ടണം, നൈൻ എന്ന പട്ടണത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്തൂ. സ്തോത്രം. ദൈവത്തെ കുറ്റപ്പെടുത്തിയ, ദൈവനാമത്തെ മാറ്റി നിർത്തിയ, ദൈവനാമത്തെ പഴിച്ച ഒരു തലമുറയുടെ നടുവിൽ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിപ്പാൻ യേശു കർത്താവ് അവിടെ ഇറങ്ങി വന്നെങ്കിൽ പുകഴുവാനോ പറയുവാനോ കർത്താവിനൊന്നുമില്ല. അവിടെ ചെയ്തത് പിതാവിൻ്റെ ഇഷ്ടമാണ്. ഇന്ന് രാത്രി എന്തെങ്കിലും ദൈവം ചെയ്യണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവ പൈതലേ, നിന്നിൽ കൂടെ കർത്താവ് ചെയ്തെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത 11ാമത്തെ അത്ഭുതത്തിലേക്ക്, 12ാമത്തെ അത്ഭുതത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 12ാമത്തെ അധ്യായം, മത്തായി സുവിശേഷം 12ാമത്തെ അധ്യായം, അതിന് 22ാമത്തെ വാക്യം. ആമേൻ. മത്തായി സുവിശേഷം 12:22 വാക്യം വായിച്ചേ. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ചിലർ നോക്കി നിൽക്കുമ്പോൾ ഒരു ഊമനായിരുന്ന ഒരു വ്യക്തി, കുരുടനായിരുന്ന ഒരു വ്യക്തി, ആമേൻ, അവന് പറയാനോ അല്ലെങ്കിൽ സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിയാതെ, കാണാൻ പോലും കഴിയാത്ത തലത്തിൽ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 12ാമത്തെ അധ്യായം 22ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് അതേ ഒരൊറ്റ വാക്യൂടെ വായിക്കാം. ലൂക്ക 11:14 ഒന്ന് വായിച്ചേ. ലൂക്ക 11:14 ഒന്ന് വായിച്ചേ. കുറച്ചുകൂടെ നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കാൻ പറ്റും. സ്തോത്രം. ഒരിക്കൽ അവൻ ഊമയായൊരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അപ്പൊ ഈ ഭൂതം, ഊമയായ ഭൂതമുണ്ട്, ഉണ്ടോ? പാസ്റ്റേ, ഊമയായ ഭൂതം എന്ന് വെച്ചാൽ എന്താ പാസ്റ്റേ? എത്ര ചോദിച്ചാലും മിണ്ടത്തില്ല, എന്ത് ചോദിച്ചാലും മിണ്ടാതിരിക്കും. കഴിഞ്ഞ ദിവസം അന്നക്കണ്ടത്തിൽ ആൻറ്റി പറഞ്ഞ പോലെ, അപ്പടിയാ ആമ, അപ്പടിയാ ആമ. എന്ത് ചോദിച്ചാലും ചിലർ കണ്ടില്ലേ, എത്ര പറഞ്ഞാലും മിണ്ടത്തില്ല, മിണ്ടാതിരിക്കും. ശ്രദ്ധിക്കണം, അത് ഭൂതമാണ്. ഈ പ്രതികരിക്കണമെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് നല്ലതാ, ഇത് നല്ലതാ, ഫസ്റ്റ് ക്വാളിറ്റിയാ, കുഴപ്പമില്ല. അല്ലാതെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്തെങ്കിലും പറയണ്ടേ, ഇത് മിണ്ടത്തില്ല, മിണ്ടാതിരിക്കും. അതാ ഇവിടെ നമ്മൾ വായിച്ചത്. എന്താ? ഊമനായ വ്യക്തിയുടെ ഭൂതത്തെ മാറ്റിയപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. ചിലർ പറയാറുണ്ട്,
എൻ്റെ ആൾക്കാരൊന്നും വലിയായിട്ട് സംസാരിക്കുകയൊന്നുമില്ല. അവരങ്ങനെ ഒന്നും പരിപാടിയും ചെയ്യത്തില്ല. അവരങ്ങനെ സംസാരിക്കത്തില്ല, ആരോടും സംസാരിക്കത്തില്ല. വീട് സ്കൂള്, സ്കൂള് വീട്, ജോലി വീട്, ജോലി വീട്, ആരോട് വഴി പോലും നിൽക്കത്തില്ല. ശുദ്ധനായ വ്യക്തിയാ. ശ്രദ്ധിക്കണം. ആമേൻ. എന്തിനേറെ പാസ്റ്റർക്ക് അറിയോ, കടയിൽ കയറി ഒരു ചായ പോലും കുടിക്കത്തില്ല. കാരണം വാ തുറക്കണ്ടേ. വാ തുറന്നാലേ ചായ കുടിക്കാൻ പറ്റൂ. മിണ്ടത്തില്ലെന്നേ. ഇന്നസെന്റ് എന്നാ വിചാരം. നോ, ഭൂതം. വചനം കീറാതെ എഴുതി വെച്ചോ. അവൻ ഈ ഊമനായവന്റെ വായിന്ന് ഭൂതം പോയപ്പോ ഇവൻ സംസാരിച്ചു. അവൻ ഇവൻ സംസാരിക്കണമെങ്കിൽ എന്ത് പോണം? ഭൂതം പോണം. അപ്പൊ ഭൂതത്തിന്റെ ശക്തി ഇവനിൽ നിന്ന് മാറിയപ്പോൾ ആ പട്ടണത്തിൽ നിന്ന വ്യക്തികൾ എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. നീ ദൈവസ്ഥലിൽ ഒരു ആശ്ചര്യമാണ്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ആശ്ചര്യപ്പെട്ട വ്യക്തിയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഒരു നല്ലൊരു ടേണിങ്ങിൽ ഒരു സൈഡിൽ കൂടെ മറു സൈഡിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ദിനീഷ് ബ്രദർ വരികയാണ്. ദിനീഷ് ബ്രദർ ഹാൺ അടിച്ചുകൊണ്ട് അങ്ങനെ അലറി വരിക. ഞാനിവിടെ ഹെഡ്സെറ്റൊക്കെ വച്ച് നല്ല രീതിയിൽ ഒരാളോട് സംസാരിച്ചുകൊണ്ട് പോകുക എന്ന് വെച്ചോ. അദ്ദേഹം ഹാൺ അടിച്ചപ്പോൾ ഞാൻ പ്രതികരിക്കുന്നില്ല. അവിടെ എന്ത് സംഭവിക്കുമെന്നറിയാമോ? എന്തും സംഭവിക്കാം. മരണം വരെ സംഭവിക്കാം. കാരണം അദ്ദേഹം ആ വളവിൽ ഹാൺ അടിക്കാതെ വന്നെങ്കിൽ രണ്ട് വണ്ടിയും ആ സ്പോട്ടിൽ കൂട്ടിയിടിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഹാൺ അടിച്ച് കയറിയിട്ട് പോലും അലക്ഷതയോടെ കയറിപ്പോകുന്ന പലരുമുണ്ട്. ഹല്ലേലൂയ. ഞാനിങ്ങോട്ട് വന്നപ്പോൾ പന്തളം കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി പോസ്റ്റിന് ഇടിച്ചിട്ട് വേറെ ഒരു ആ വീട് അല്പം താന്നായിരിക്കും, റോഡിൽ നിന്ന് അല്പം താന്നായിരിക്കുന്നത്. ആ വീട്ടിന്റെ റൂഫിലിട്ടിരുന്ന ഷീറ്റിനെ പൊത്ത് റൂഫിന്റെ പുറത്ത് പോയി വീണു. സ്തോത്രം. ആൾക്കൂട്ടം, മണിക്കൂറുകൾ വണ്ടി ബ്ലോക്ക്. സ്തോത്രം. അവിടെ താഴെ ഇരുന്ന് വീട്ടിനകത്തിരുന്ന ആൾക്കാർ പറയും എന്തോ മുകളിൽ സാധനം വന്ന് വീണിട്ടുണ്ട്. ആ മരപ്പട്ടി പോലും ആയിരിക്കുമെന്ന് നോക്കിയതാ. അപ്പോൾ ഒരു നല്ല സൂപ്പർ കാറാ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്തിരുന്ന് 2-3 പേര് തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു ആ വീട്ടിൻ്റെ ഉറപ്പത്ര ഉണ്ടെന്നാണ് നോക്കിയത്. അല്ലാതെ ഇതൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ വല്ല പൊടിയോ കാണും. അത് ഷീറ്റിട്ട് വീടാണ് തീർന്നനെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ ടേണിങ്ങിൽ ലൈറ്റ് അടിച്ച് അലാറം മുഴക്കി അത് കൃത്യമായിട്ട് ആ വ്യക്തി വരുമ്പോൾ പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, പ്രതികരണ ശേഷിയില്ലെങ്കിൽ അവിടെ പലതും സംഭവിക്കും. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവിന് പ്രതികരിക്കുക, ദൈവത്തോട് പ്രതികരിക്കുക. ആമേൻ. ദൈവത്തോട് പ്രതികരിക്കുക. കർത്താവ് എത്രയോ ദിവസം ഹാനടിക്കുന്നു, നീ ഒന്ന് പ്രതികരിക്കുന്നുണ്ടോ? തിരിച്ചൊരു ഹാനടിക്ക്. പെട്രോളൊന്നും തീർന്നു പോകത്തില്ല. ഒന്ന് ഹാനടിച്ചാൽ മതി. ഹല്ലേലൂയ. അതിനെ കേൾക്കണ്ടേ. ഇന്ന് രാത്രി കേൾക്കാതിരിക്കരുത്. ഒരുത്തൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രതികരിക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ടെന്ന് രാത്രി പ്രതികരിക്കാൻ? കർത്താവിന്റെ വചനത്തോട് പ്രതികരിക്കാൻ ഇന്ന് രാത്രി തയ്യാറാണോ? കർത്താവിന്റെ ശബ്ദത്തിനായി ഇന്ന് രാത്രി തയ്യാറാണോ? പ്രതികരിക്കാൻ തയ്യാറാണോ? എന്നാൽ ഇന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്യാൻ എൻ്റെ കർത്താവ് ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവപൈതലേ, ആമേൻ, സ്തോത്രം. ആമേൻ. ഈ അത്ഭുതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, 12ാമത്തെ അത്ഭുതത്തിലേക്ക് കടന്നു വരുമ്പോൾ, 12ാമത്തെ അധ്യായത്തിന്റെ 22ാമത്തെ വാക്യത്തിലേക്ക് അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും പ്രൈസ് ദി ലോർഡ് കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. സ്തോത്രം. 1, അവൻ സംസാരിക്കണം. 2, അവൻ കാണണം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി 1 നീ സംസാരിക്കണം, 2 നീ കാണണം. പുറത്തെ കണ്ണല്ല നമുക്ക് വിഷയം, അകത്തെ ആന്തരിക ഒരു കണ്ണുണ്ട്. ഈ കണ്ണുകൊണ്ട് നീ കാണാൻ ശ്രമിക്കണം. ഇന്ന് രാത്രി നിങ്ങൾ കാണണം, വെളിപ്പാടുകൾ കാണണം, ദർശനങ്ങൾ കാണണം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ എത്ര പേര് രാത്രി തയ്യാറാണ്? അവരെ നോക്കി സ്വർഗം പറയുന്നു. ഇന്നലകളിൽ ചിലപ്പോ പ്രതികരിക്കാൻ പോലും കഴിയാതെ ഭാരങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് ഭവനത്തിന്റെ ഏതോ കോണിൽ ഒറ്റപ്പെട്ടിരുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രി പറയുന്നു, ഇല്ല, നിന്നെ ഞാൻ പ്രതികരണ ശക്തിയുള്ള ഒരു മനുഷ്യനാക്കി ഞാൻ നിന്റെ പട്ടണത്തിൽ പുറത്തെടുക്കുമെന്ന് രാത്രി.
ഹല്ലേലൂയ. ശബനപരഗതന വൈഡകരാജകൽക്കനാദി ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ദൈവപൈതലേ. ആമേൻ. 12:22 മുതൽ 24 വരെ വായിക്കുമ്പോഴും ആമേൻ. ലൂക്ക 11, 14, 15. ആമേൻ. മത്തായി 9, ആമേൻ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ അഭിഷക്തന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നു, ചിലതൊന്ന് രാത്രി വിട്ടുമാറാൻ പോകുക. സ്തോത്രം. നിന്നെ കൊണ്ട് കഴിയാത്തത് ദേശത്തിൽ നിന്റെ ശബ്ദത്തിൽ കൂടെ ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കും. ഞാനത് വെളിപ്പാട് കാണുന്നു. നീ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ചിലതൊക്കെ നിന്റെ മുമ്പിൽ ചാടി വീഴുമ്പോൾ ഈ രാത്രി നീ പ്രാർത്ഥിക്കാനും പ്രതികരിക്കാനും തയ്യാറായിരിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രതികരിക്ക്. ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുന്നു. ദൈവം സംസാരിക്കുമ്പോൾ നീ പ്രതികരിക്കണം. ദൈവമേ, ഐ ആം റെഡി, ഞാൻ ഓക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ പറയണം, കർത്താവേ ഞാൻ ഓക്കെ, ആമേൻ, ഞാൻ എവരിത്തിനും ഫൈൻ. കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ ഞാൻ ഓക്കെ ആയി നിൽക്കുകയാണ്, ഞാൻ ഫൈനാണപ്പാ എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറല്ലാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ശമനപരഗതന വൈഡകരാജകൽക്കനാദി. ആരോടൊക്കെ ദൈവ ശബ്ദം കേട്ടിട്ട് പ്രതികരിക്കാതിരിക്കരുതേ. ഇന്ന് രാത്രി ആമേ പ്രതികരിക്ക്. നിന്റെ ഭാവിയെ നിർണയിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഓമനസിസ്റ്റേ, പ്രതികരിക്ക്. ദൈവമായി സംസാരിച്ച് തുടങ്ങിക്ക്. ദൈവത്തോട് സംസാരിച്ച് ഇന്ന് രാത്രി ദൈവത്തോട് സംസാരിക്ക്. ഹല്ലേലൂയ. എല്ലാ വിഷയം വരിച്ചു വരിട്ട് പ്രാർത്ഥിക്കാതെ ദൈവസ്ഥല ഒരു വിഷയം പറഞ്ഞിട്ട് അതിനുവേണ്ടി ഇരിക്ക്. ദൈവം ഇന്ന് രാത്രി ചില ശബ്ദങ്ങൾക്ക് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ചില ശബ്ദങ്ങൾ തരാൻ പോകുക. പ്രതികരിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ ദൈവാത്മാ വിളിച്ചു പറയുന്നു, ഞാൻ നിന്നോട് സംസാരിപ്പാൻ റെഡിയായി നിൽക്കുകയാ. തിരിച്ചു പറയാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് ചില ശബ്ദങ്ങൾ തരാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉദരത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്, ആമേൻ, ഉരുവാകുന്ന സമയം മുതൽ അത് ഡെലിവറി സമയം വരെ അമ്മയുമായി സംസാരിക്കും. സ്തോത്രം. ആമേൻ. അപ്പോൾ പറയും, പാസ്റ്റർ എന്താ ഈ ചുമ്മാ എന്ന് പറയുന്നത്? എങ്കിൽ പിന്നെ എന്തിനാ സഹോദരി മാങ്ങ ചോദിക്കുന്നത്? പിന്നെ എന്തിനാ സഹോദരി പുളി ചോദിക്കുന്നത്? പിന്നെ എന്തിനാ സഹോദരി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പാലക്കാട് നിന്ന് കൊണ്ടുവരുന്ന അലുവ വേണമെന്ന് പറയുന്നത്? എന്തിനാ എനിക്ക് ഉണക്കമീനി വേണമെന്ന് പറയുന്നത്? ഇല്ലേ ദിനീശ്വരരെ, എന്തിനാ പിന്നെ എനിക്കിത് വേണമെന്ന് പറയുന്ന വാളംപുളി? പാവം വാളംപുളി നോക്കി പോയി തന്നെ താൻ ഊപ്പാട് വന്നിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അകത്ത് കിടന്ന് പ്രതികരിക്കണം. ഒരിക്കലും ഒരു സഹോദരൻ പറയാം, ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര സൈക്കിൾ ചവിട്ടി പോവാ. ഞങ്ങൾക്ക് സഹോദരൻ എങ്ങോട്ട് പോകുന്നു? പക്ഷേ സമയമില്ല, ചന്ത ഇപ്പം പിരിയും, ക്ലാത്തി മീൻ വേണമെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നേ, ഈ കൊച്ചിൻ്റെ കാര്യം അകത്ത് കിടന്ന് പറയാ ക്ലാത്തി മീൻ വേണമെന്ന്. ക്ലാത്തി മീൻ ഇവിടെ അവർക്ക് അറിയാമെന്നറിയത്തില്ല, ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാമെന്നറിയത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്ന്. പക്ഷേ നിങ്ങളുടെ കൊല്ലം തിരുവനന്തപുരം ഭാഷയൊക്കെ പറയുന്നത് ഈ ഭാഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മീനിന് വേണ്ടി താൻ പറയാ, മീൻ തന്നെ വേണം, പച്ച തന്നെ വേണമെന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? പ്രതികരിക്കാൻ പറ്റുമോ? അപ്പനോട് പ്രതികരിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി ഇതിനകത്ത് പ്രതികരിക്കാൻ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ആമേൻ. അപ്പൻ ചോദിക്കുമ്പോൾ പ്രതികരിക്കുക. ആമേൻ. നിന്നോട് ചോദിക്കുന്നത് അമ്മയല്ല, അപ്പനാണെന്ന് രാത്രി ചോദിക്കുന്നത്. മക്കളോട് ചോദിക്കുമ്പോൾ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, റെഡിയാണെങ്കിൽ ഇന്ന് രാത്രി ആ ഡെഡ് ബോഡി എണീറ്റിരുന്ന് സംസാരിച്ചതുപോലെ ഇന്ന് രാത്രി നിന്നെ സംസാരിപ്പിക്കാൻ വിടില്ല എന്ന് പറയുന്ന ചില ശക്തികൾ, ചില ടെൻഷനുകൾ, ആമേൻ, സ്തോത്രത്തിൽ സംസാരിക്കാൻ വിടത്തില്ല എന്ന് പറയുന്ന, കൃപാവരങ്ങൾക്ക് വേണ്ടി വിടത്തില്ലെന്ന് പറയുന്ന ചില അമിതമായ ടെൻഷനുകൾ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നിന്ന് ഓടി മറയട്ടെ. ഹല്ലേലൂയ. അതിനെ ഗുഡ് ബൈ പറഞ്ഞിട്ട് പറ, ഇന്ന് രാത്രി ഞാൻ പ്രതികരിക്കാൻ പോകുന്നു. ദൈവാത്മാവ് ദിനത്തിൽ ആരോടൊക്കെ പറയുന്നു? പ്രതികരിക്കാൻ ദൈവവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രി സംസാരിക്കാൻ തുടങ്ങിയാലേ നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ പോകുന്നു, സ്ഥിതി മാറാൻ പോകുന്നു. ആമേൻ. ദിനീഷ് ബ്രദറെ, ദൈവവുമായി സംസാരിക്കാൻ തുടങ്ങുക. ദൈവത്തിന്റെ ആത്മാവ് രാത്രി ശക്തമായി പറയുന്നു. വീണ സിസ്റ്ററെ, ദൈവവുമായി സംസാരിക്കാൻ തുടങ്ങുക. പ്രഭ സിസ്റ്ററെ, ദൈവവുമായി സംസാരിക്കാൻ തുടങ്ങുക. ചില പുതിയ വെളിപ്പാടിനായി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ വെളിപ്പാട് കാണുന്നു. ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ആമേൻ. വ്യക്തികൾ പറയട്ടെ, പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ നോക്കിയ ഈ മനുഷ്യനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. നമ്മൾ വായിച്ച അടുത്ത വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം
11-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 11-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഒരിക്കൽ അവൻ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ എന്ത് ചെയ്തു? സംസാരിച്ചു. അപ്പൊ ഈ ഭൂതം ആണ് സംസാരിക്കാൻ വിടാത്തത്. ഇന്നും അങ്ങനെയാ, പലരും സംസാരിക്കാൻ വിടാത്തത് ഭൂതം. ഇത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ പുരുഷാരമെല്ലാം അവൻ ഇന്നലെ വരെ സംസാരിക്കാത്തവനാ, ഇന്നലെ വരെ സംസാരിക്കാത്തവളാ. ഇന്ന് അവൾ സംസാരിക്കുന്നത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റുമോ ദൈവത്തോട്? ഇന്നലെ വരെ സംസാരിക്കാതെ ഒതുക്കി കെട്ടിയിരുന്ന നിന്നെ ഇന്ന് സംസാരിക്കാൻ ദൈവം നിന്നെ ഫ്രീ ആക്കാൻ പോകുകയാ. നിന്റെ അകത്തിരിക്കുന്ന ചില സങ്കടങ്ങളെ പുറത്തെടുക്കാൻ പോകുകയാ. നിന്റെ അകത്ത് ചില പരാജയങ്ങളെ കർത്താവ് ഇന്ന് വലിച്ച് പുറത്തു കളയാൻ പോകുകയാ. അകത്ത് പതിയിരിക്കുന്ന ചില പരാജയങ്ങൾ, അകത്ത് കുടിയിരിക്കുന്ന ചില കുടിയിരിപ്പ് ശക്തികളെ തമ്പുരാൻ വലിച്ചു പുറത്തിട്ടിട്ട് നിന്നെ സംസാരിപ്പാൻ വിടാൻ പോകുകയാ. ഇന്നലെ വരെ സംസാരിക്കാത്ത നീ ഇന്ന് രാത്രി സംസാരിക്കുക ദൈവത്തോട്. ഹല്ലേലൂയ. ഒന്ന് സംസാരിക്കാൻ ഒന്ന് റെഡിയാകുമ്പോൾ എന്തെങ്കിലും ഭാരം വന്ന് വീഴും. സംസാരിക്കാൻ പറ്റില്ല, എനിക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ദൈവവുമായി സംസാരിക്കാൻ കഴിയുന്നില്ല, ദൈവത്തോട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കൊന്നും വായിക്കാൻ കഴിയുന്നില്ല, എല്ലാം ഒരു ഇരുളം പോലെ, എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കുന്നതല്ല കേട്ടോ. നിന്നെ ടെൻഷൻ കൊണ്ടിട്ടിട്ട് നിന്നെ പ്രാർത്ഥിക്കാൻ വിടാത്തതാ, ദൈവവുമായിട്ടൊരു സംസാരിക്കാൻ വിടാത്തതാ. ലിൻഡാലിറ്റി പ്രാർത്ഥിച്ചോ, സങ്കടങ്ങൾ മാറട്ടെ, വേദനകൾ ഇന്ന് രാത്രി മാറട്ടെ. എവിടെയൊക്കെയോ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ചില വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ വരുമ്പോൾ ദൈവവുമായിട്ട് സംസാരിക്കാൻ കഴിയാതെ, മണിക്കൂറോളം പ്രാർത്ഥിക്കാൻ കഴിയാതെ, സങ്കടങ്ങൾ ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം വലിച്ചെറിഞ്ഞിട്ട് ഒരു ദൈവപ്രവർത്തിക്കായി ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവമഹത്വം വെളിപ്പെടാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. നോയിക്കേ, അവൻ്റെ ശരീരത്തിൽ നിന്ന് ആമേൻ സ്തോത്രം, ഭൂതാത്മാവ് പോയപ്പോൾ ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. ആമേൻ, ആമേൻ സ്തോത്രം. ആമേൻ. 15-ാമത്തെ വാക്യം കൂടെ വായിച്ച് 15-ാമത്തെ വാക്യം. അവരിൽ ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. കണ്ടോ, ഭൂതങ്ങൾക്കൊരു തലവനുണ്ട്. ഈ ബേൽസെബൂലിനെ കുറിച്ച് പഠിക്കുമ്പോ ഇവന് ഒത്തിരി ശിങ്കിടികളുണ്ട്, ഒത്തിരി ശക്തികൾ ഇവന്റെ പിന്നിലുണ്ട്. ഇവർക്കൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ യേശു ചെയ്തത് പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും. അപ്പോൾ പറയും, ഇത് വേറെ ഐറ്റമാ എന്ന് പറയും. ആമേൻ. തെളിയിക്കണം, വചനത്തിൽ കൂടെ തെളിയിക്കണം. സ്തോത്രം. വചനത്തിൻ്റെ അകത്തൂടെ ഒന്ന് കയറി, ഒന്ന് ഇറങ്ങി, ആ തൈല നദിക്കകത്തേക്കൊന്ന് ഇറങ്ങി ദൈവശബ്ദത്തിനായി നിങ്ങൾ തയ്യാറാകുമ്പോൾ, റെഡിയാകുമ്പോൾ, ദൈവം വചനത്തിൻ്റെ അകത്തുകൂടെ ഒരു കണ്ണാടി പോലെ നിങ്ങൾക്ക് സകലതും നഗ്നമായി കർത്താവ് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ടോ, അവിടെ പഴിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരിൽ ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. വേറെ ചിലർ അവനെ പരീക്ഷിച്ച്, ആമേൻ സ്തോത്രം, ആമേൻ നോക്കിയേ, അവനെ പരീക്ഷിച്ച് അവൻ്റെ ജീവിതത്തിനകത്തുള്ളതെല്ലാം ഒന്ന് പുറത്തെടുക്കാനായി പലരും നോക്കി നിൽക്കുകയാണ്. ഇന്ന് രാത്രി നിന്നെ പരീക്ഷിക്കും. നിന്നെ പരീക്ഷിച്ച്, ആമേൻ, നിന്നെ മുമ്പിലോട്ട് വിടാതെ സങ്കടങ്ങളെല്ലാം തള്ളിക്കയറ്റി ഒരു പരീക്ഷ ഘട്ടത്തിൽ കൂടെ നിന്നെ കടത്തിവിടുമ്പോൾ ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നീ ഭാരപ്പെടണ്ട, ദൈവത്തിന് നിന്നിൽ കൂടെ അത്ഭുതം ചെയ്യാൻ കഴിയും. പ്രൈസ്. മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. മത്തായി 9:32 മുതൽ 34 വരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ പഠിക്കൂ. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. കാരണം ആമേൻ സ്തോത്രം, ലൂക്ക 11:14 മുതൽ 15 വരെ നമ്മൾ പഠിക്കുമ്പോൾ 15-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും 23, 31, 32
ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. 53, 54, ആമേൻ, 48, ആമേൻ, 49, ആമേൻ, 41, ആമേൻ, 44, ആമേൻ, 46. ഈ പുസ്തകം, ഈ വാക്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന 1000 ദൂതുകളുണ്ട് കേട്ടോ. ഒറ്റ പുസ്തകത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന നിരവധി അനവധി സംഭവങ്ങളെ അതിനകത്ത് കർത്താവ് വളരെ വ്യക്തമായി സ്പഷ്ടമായി ഏതൊരു മനുഷ്യന് മനസ്സിലാകത്തക്ക തലത്തിൽ ദൈവം അവിടെ വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവകുഞ്ഞെ, ഹല്ലേലൂയ. വേഗത്തിൽ മുമ്പിലോട്ട് പോകുകയാണ്. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്ത് 13ാമത്തെ അത്ഭുതത്തിലേക്ക് നമ്മൾ വരികയാണ്. സ്തോത്രം, ആമേൻ. മത്തായി സുവിശേഷം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, 8ാമത്തെ അധ്യായത്തിൽ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം. മാർക്കോസ് സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ, മാർക്കോസ് സുവിശേഷം 4ാമത്തെ അധ്യായത്തിൻ്റെ 35 മുതൽ 41 വരെയും, ലൂക്ക 8:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളും നമുക്ക് നോക്കുമ്പോൾ വായിക്കാം. മത്തായി 8ന്റെ 23 മുതൽ 27 വരെയുള്ള വാക്യം ഒരാളിന് വായിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവന് ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്നു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു. ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഭാഗം അറിയാം. വളരെ വേഗത്തിൽ മുമ്പിലോട്ട് പോകേണ്ടതായുണ്ട്. പ്രൈസ് ദി ലോർഡ്. 13ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് കടലിൻ്റെ മേൽ ഉള്ള അധികാരം. കടൽ ഇളകുമ്പോൾ ശിഷ്യന്മാർ കരയാൻ തുടങ്ങി. അവൻ പടക് ഉലയാൻ തുടങ്ങി. ഇന്ന് രാത്രി ശാന്തത വരാൻ പോകും. വലിയൊരു ശാന്തത. ആമേൻ. കടൽ വരെ അഭിഷക്തന്റെ മുൻപിൽ മുട്ടുമടക്കുന്ന ദിനങ്ങൾ മുൻപിൽ വരുന്നുണ്ട് കേട്ടോ. ദൈവപൈതലെ, കടൽ നിന്റെ മുമ്പിൽ ആമേൻ മുട്ടുമടക്കുന്ന ദിനങ്ങൾ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അഭിഷക്തന്മാരുടെ നടുവിൽ മുട്ടുമടങ്ങാത്ത പിശാചുക്കൾ ഇന്ന് രാത്രി ഇല്ലെന്നേ. ഹല്ലേലൂയ. ആമേൻ. ദൈവപൈതലെ, നീ പ്രാർത്ഥിക്കും മുട്ടുമടക്കുമ്പോൾ, ദൈവമേ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നീ തെക്കോട്ട് കൈ നീട്ടണം, വടക്കോട്ട് നീ കൈ നീട്ടണം, പടിഞ്ഞാറ് കിഴക്ക് നീ കൈ നീട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവേ, ഈ 4 ദിക്കിനെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ 4 ദിക്കിലും ഭരിക്കുന്ന ചില അധർമ്മത്തിൻ്റെ പോരുകളെ ദൈവത്തിൻ്റെ ആത്മാവ് ശാസിച്ച് ജനത്തെ നിന്നെ സേവിപ്പാൻ ഒരു കൂട്ടം പേരെ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഈ നാളുകളിൽ നിന്റെ കൂടെ ചിലരുടെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന സുദിനം ആമേൻ ആസന്നമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഈ രാത്രി ദൈവമൈതലേ, നിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുക, നിന്റെ ജീവിതമാകുന്ന നൗകയിൽ പടകിനകത്ത് കാറ്റും തിരമാലയും ആഞ്ഞടിക്കുമ്പോൾ അതിനെ ശാസിക്കാൻ ആമേ പിതാവിൻ്റെ അധികാരത്തിൽ നിൽക്കുന്ന പുത്രനായ ക്രിസ്തു അതിനെ ഇന്ന് രാത്രി ശാസിക്കുകയാണ്. ചില തിരമാലകൾ പോലും യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ആമൻ അടങ്ങിയപ്പോൾ പറയുക, ഇവൻ സാധാരണ ഒരു മനുഷ്യനല്ല. ഇന്ന് രാത്രി നിന്നെ കാണുമ്പോൾ പറയണം, ഇത് സാധാരണ ഒരു മനുഷ്യനല്ല, ഇത് സാധാരണ ഒരു വ്യക്തിയല്ല, ഇതൊരു സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷ അല്ല. ഇതൊരു സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷ അല്ല. ഇതൊരു സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷ അല്ല. ഹല്ലേലൂയ. സാധാരണക്കാരന് ചെയ്യാൻ പറ്റില്ല. ഇത് ദൈവത്തിൻ്റെ അഭിഷേകമില്ലാത്തവന് ഈ ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ലെന്ന്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഈ അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതാ പറഞ്ഞത്, ഇവൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല, ഇത് വലിയ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ചെയ്യാൻ പോകുക. യേശു ഇന്ന് രാത്രി ചിലതിനൊക്കെ കടലിൻ്റെ മീതെ ആമേൻ ഓളങ്ങൾ ഉണ്ടാക്കി ആമേൻ പടകിനെ തിരകളാൽ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തുന്ന ആമേൻ ജലത്തിനടിയിൽ പതിയിട്ട് കിടക്കുന്ന ആമേൻ പടകിനെ വരെ മറിച്ച് കളയുവാൻ നിന്റെ വീട്ടിൻ്റെ ഫൗണ്ടേഷനകത്ത് കിടന്ന് കളിക്കുന്ന ചില പൈശാചിക ശക്തികളെ ഇന്ന്
രാത്രി വീട്ടിലൊരു കേടും സംഭവിക്കാതെ ആമേൻ അകത്ത് ചെന്ന് ദിവ്യാതന്റെ തലയെ തകർത്ത് ആമേൻ ജനത്തിന് ആഹാരം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി പലതും പൊളിയുന്ന സമയത്തും ദൈവം പൊളിക്കാതെ ചിലതിനെ തകർക്കുന്ന രാത്രിയാ. ആമേൻ സ്തോത്രം. പലതിനെ പൊളിക്കാൻ നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നില്ല, പൊളിയാൻ അനുവദിക്കത്തില്ല. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുക, ദൈവത്തിൻ്റെ പ്രസാദം നീ കാണാൻ പോകുക, ദൈവത്തിൻ്റെ ശബ്ദം നീ കേൾക്കാൻ പോകുക, ദൈവത്തിൻ്റെ സമയത്തിനായി നീ കാത്തിരിക്കുമെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനം പറയുന്നു, നീ അതിനുവേണ്ടി കാത്തിരിക്ക്. നിന്റെ കണ്ണുകളൊന്ന് ഉയർത്തിക്കേ, നീ ശബ്ദമൊന്ന് ഉയർത്തിക്കേ, നീ സ്തോത്രം പറഞ്ഞാട്ടെ, നീ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത്ഭുതം ചെയ്യുന്ന ദൈവം ആമേൻ. നിനക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ ഉറക്കത്തെ കെടുത്തിക്കളയുന്ന സങ്കടങ്ങൾ, ചില വേദനകൾ, ദേശത്തിലെ ശക്തികൾ എണീക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇന്ന് രാത്രിയെ കുടുംബങ്ങളെ ഭരിക്കുന്ന ഭയത്തിൻ്റെ ശക്തികളെ ഈ രാത്രി രോഗമായി ബാധിക്കുമ്പോൾ അതിനെ പുറത്താക്കുന്ന ഒരു ദൈവം നിന്റെ കുടുംബത്തിനകത്തുനിന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വന്നിരിക്കുക. ആമേൻ സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത് കർത്താവിൻ്റെ കരം ഇറങ്ങാൻ പോകുക. ദൈവകുഞ്ഞ് നീ പ്രാർത്ഥിക്ക്. ആമേൻ. മാർക്കോസിന്റെ സുവിശേഷം ആമേൻ 4-ാമത്തെ അധ്യായത്തിൻ്റെ 35 മുതൽ 41 വരെ നിങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ ലൂക്ക 8:22 മുതൽ 25 വരെ നിങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ ഈ അധ്യായങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം, ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തി അതേ ശുശ്രൂഷയുടെ മുഖത്ത് വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നിന്റെ ദൈവം ഈ രാത്രി നിന്നെ പുറത്തെടുക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ നിനക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ശമനപരഗതുനി. ആമേൻ. യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായം ആമേൻ അതിൻ്റെ 25-ാമത്തെ വാക്യവും, ആമേൻ മത്തായി 8:23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും, ആമേൻ മാർക്കോസ് 4 ഹല്ലേലൂയ അതിൻ്റെ 36 മുതൽ 41 വരെ വായിക്കുമ്പോഴും, ലൂക്ക 8:22 നിങ്ങൾ വായിക്കുമ്പോഴും, ആമേൻ യോഹന്നാൻ 6:16 മുതൽ 21 വരെ വായിക്കുമ്പോഴും, ഹല്ലേലൂയ ദൈവകുഞ്ഞെ ഇന്ന് രാത്രി യോഹന്നാൻ 4:6 മുതൽ 7 വരെ വായിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, ഈ പുസ്തകങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി വിടുതലുകളുണ്ട്. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ അത് അനുഭവിക്കാൻ പോകുക, നിന്റെ ബിസിനസ്സിൽ അത് അനുഭവിക്കാൻ പോകുക, ആമേൻ നിന്റെ ജോലിയിൽ അത് അനുഭവിക്കാൻ പോകുക, നിന്റെ യാത്രയിൽ അത് അനുഭവിക്കാൻ പോകുക, നിന്റെ തലമുറയിൽ അത് അനുഭവിക്കാൻ പോകുക. ഇന്ന് രാത്രി ദൈവത്തിന് കഴിയും ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ. ആമേൻ. അത്ഭുതത്തിൻ്റെ ദൈവം ഈ രാത്രിയും അത്ഭുതം ചെയ്യാൻ അവൻ ശക്തനായ ദൈവമാണ്. നിന്റെ വിശ്വാസത്തിൻ്റെ ആഴമൊന്ന് കൂടട്ടെ, നീയും ദൈവമായിട്ടൊരു ബന്ധത്തിൻ്റെ ആഴമൊന്ന് കൂടട്ടെ, നീയും ദൈവമായിട്ടുള്ള സംസാരങ്ങൾ വർദ്ധിക്കട്ടെ, നീയും ദൈവമായിട്ട് ഇന്ന് രാത്രി അവൻ സംസാരിച്ച് തുടങ്ങിയാട്ടെ. ദൈവത്തിൽ നിന്നോട് മാത്രം സംസാരിപ്പാനോട് ദൈവം ഇതിലെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പലതും മാറി നിൽക്കുന്നൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്ക്. ആമേൻ. 14-ാമത്തെ അത്ഭുതത്തിലേക്ക് നമ്മൾ വരാം. 14-ാമത്തെ അത്ഭുതത്തിലേക്ക് 14 സ്തോത്രം. നോക്കിക്കേ 14 ഇങ്ങനെ പറയുന്നു. 8-ാമത്തെ അധ്യായം നോക്കിക്കേ, മത്തായി 8 അതിൻ്റെ 34-ാമത്തെ വാക്യം. ആമേൻ. 8:28 മുതൽ 34 വരെ ഒന്ന് വായിച്ചേ. 14-ാമത്തെ അത്ഭുതത്തിൽ 8:28 മുതൽ 34 വരെ മത്തായി. അവൻ അക്കരെ ഗദരേനരുടെ ദേശത്തെത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു. അവർ അത്യുഗ്രന്മാർ ആയിരുന്നത് കൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. പൊയ്ക്കൊള്ളുവിനെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്ന് ആ കൂട്ടമെല്ലാം കടുന്തൂക്കത്തൂടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങിച്ചത്തു. മേയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുതയും അറിയിച്ചു. ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ട് യേശുവിനെതിരെ ചെന്ന് അവനെ കണ്ടാറെ തങ്ങളുടെ അതിർ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അത്ഭുതം നടക്കുമ്പോൾ, നിന്റെ ഉയർച്ച കാണുമ്പോൾ, വിടുതൽ തുടങ്ങുമ്പോൾ നിന്നോട് കയർക്കും. ശബലപരഗതുനി. അതിര് വിട്ടു പോകാൻ യേശുവിന് പറയുക, ഇവിടെ നിൽക്കണ്ട, ഇനി അതിര് വിട്ടു പോ. ഇന്ന് രാത്രി ആ വേലിക്കെട്ടിനകത്ത് കർത്താവ് കയറാൻ പോകുക. സ്തോത്രം. നിനക്ക് അതിരിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന
ആ വേലിയുടെ അകത്ത് ദൈവം കയറാൻ പോകുന്ന രാത്രി. സ്തോത്രം. ആമേൻ. ഇതുവരെ വരത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന വേലിക്കെട്ട് പൊളിച്ച് അകത്ത് കയറി ചില അത്ഭുതങ്ങൾ നിന്നെ കാണിക്കാൻ എൻ്റെ കർത്താവിന് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവപൈതലേ, ആമേൻ. ഗദരദേശത്തിലെ കാര്യം നമുക്കറിയാം. ആമേൻ. നോക്കിക്കേ, ആ ഗദരദേശത്തിലെ 2000-ലപ്പുറം ഭൂതം ബാധിച്ച മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ ആര് എന്ന് നമുക്കറിയാം. ആമേൻ. അവനിൽ എത്ര ഭൂതമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ആ ഭൂതം സംസാരിക്കുന്ന ഭൂതമാണ്. സംസാരിക്കുന്ന ഭൂതത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. സ്തോത്രം. പക്ഷെ സംസാരിക്കാത്ത ഭൂതത്തെ മനസ്സിലാക്കാൻ കഴിയും. ഇത് സംസാരിക്കുന്ന ഭൂതമാണ്. പ്രൈസ് ദി ലോർഡ്. എന്ത് പറഞ്ഞാലും സംസാരിക്കും, എന്ത് കൊടുത്താലും കഴിക്കും, അല്ലെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ വിശന്ന ചോദിച്ചു വാങ്ങും. ഇത് ഈ ഭൂതത്തെ മാറ്റാൻ വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റും. യേശുവിനെ തിരിച്ചറിയാം, ശുശ്രൂഷകളെ അറിയാം, കർത്താവ് എവിടെ നിന്ന് വന്നെന്നറിയാം, എന്താ ചെയ്യാൻ പോകുന്നെന്നറിയാം. പടകിൽ വലിയ ഓളവും തിരമാലയും അടിച്ചു കയറി. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, അത് നിന്നെ തകർക്കാൻ വേണ്ടിയല്ല, ഒരു വിടുതലിന് വേണ്ടി. അത്രേ, ഒരു വിടുതൽ സംഭവിക്കാൻ വേണ്ടിയാ. നിന്റെ കുടുംബത്തിൽ വിടുതൽ സംഭവിക്കാൻ വേണ്ടിയാ. നിന്റെ ശുശ്രൂഷയിൽ വിടുതൽ സംഭവിക്കാൻ വേണ്ടിയാ. നിന്റെ അതിനകത്തൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ചില പൈശാചിക മണ്ഡലങ്ങൾ വിട്ടുപോകാൻ പോകുകയാ. ചിലതൊക്കെ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരാൻ പോകുകയാ. നിന്റെ അതിനകത്ത് താണ്ഡവ നൃത്തമാടുന്ന, നിന്റെ അതിന് അവകാശം പറയുന്ന, ചില വില്ലേജിന് അവകാശം പറയുന്ന, ചില പഞ്ചായത്തിന് അവകാശം പറയുന്ന, ചില പട്ടണങ്ങളെ അവകാശം പറയുന്ന, ചില പട്ടണങ്ങളെ അവകാശം പറയുന്ന, ബൗണ്ടറി തിരിച്ച് അവകാശം പറയുന്ന ചില പേയിൻ പിശാചിനെ മാറ്റാൻ എൻ്റെ യേശു പിശാചിന്റെ ആമേൻ ആ ബൗണ്ടറിക്കകത്തുനിന്ന് രാത്രി കയറുകയാ. ഇതുവരെ നീ വരാകൂ, ഇതിനപ്പുറം നീ പോകരുതെന്ന് പറഞ്ഞ് നിന്റെ കുടുംബത്തിന് ബൗണ്ടറി വരച്ചിട്ട് ഇതെന്റെ അവകാശം എന്ന് പിശാചേ, ഇന്ന് രാത്രി യേശു കർത്താവ് നിന്റെ ആമേൻ സകല കുതന്ത്രങ്ങൾ ഇന്ന് രാത്രി വലിച്ച് പുറത്തിടുകയാ. ശബരവരകതുനി വൈഡകരാജകൽക്കനാദി, ഇതെന്റെ അതിര, ഇതെന്റെ ബൗണ്ടറിയാ എന്ന് പറഞ്ഞ അവകാശം പറഞ്ഞിരിക്കുന്ന ചില ബൗണ്ടറികൾ പൊളിയാൻ പോകുകയാ. ഹല്ലേലൂയ. ദിനീഷ് ബ്രദറെ പ്രാർത്ഥിച്ചോ, ചില ബൗണ്ടറികൾ പൊളിയാൻ പോകുകയാ. അവകാശം പറയുന്ന, ആരോഗ്യത്തോട് അവകാശം പറയുന്ന, നന്മയോട് അവകാശം പറയുന്ന, പ്രൈസ് ദി ലോർഡ്, വാഹനങ്ങളോട് അവകാശം പറയുന്ന, എന്തിനേറെ ആത്മീയത്തിൽ പോലും അവകാശം പറയുന്ന, വെല്ലുവിളി ഉയർത്തുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദേശം വിട്ട് മാറുകയാ. കേട്ടോ, ആ ഏരിയ വിട്ട് മാറുകയാ. നിന്റെ ഉയർച്ചയെ അവകാശം പറയുന്ന, നിന്റെ ബിസിനസ്സിനെ അവകാശം പറയുന്ന, നിന്റെ ഉപജീവന വഴി അവകാശം പറയുന്ന, തലമുറയെ വരെ അവകാശം പറയുന്ന പൈശാചിക ശക്തികളെ പൊളിക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ ചില പട്ടണത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത, പട്ടണത്തിൽ ഇറങ്ങുന്ന ദൈവം, പട്ടണത്തിലേക്ക് ഇറങ്ങുന്ന ദൈവം. ആമേൻ. നിന്റെ പിതാക്കന്മാരുടെ നന്മ, നിന്റെ മാതാവിൻ്റെ വിശർപ്പ്, നിന്റെ പിതാവ് വയറ് വലിച്ചിറുക്കി ഒരു പിടി മണ്ണ് പോലും വിട്ടുകൊടുക്കാത്ത മണ്ണ് ഇന്ന് സാത്താന്റെ കുതന്ത്രത്തിനകത്താണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വെളിപ്പാട് പറയുന്നു, അത് നിനക്ക് തിരിച്ചു മടക്കി വരുത്താൻ, അതെ ഈ അതിനകത്ത് നീ കടക്കരുതെന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തുന്ന ഏത് കൊടികെട്ടിയ പിശാചാണെങ്കിലും അതിനെ പൊളിച്ചെടുക്കാൻ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ട് വിശ്വസിച്ചാൽ നിന്റെ കാലൂന്ന സ്ഥലം, അവിടെ ബാധിക്കുന്ന സകല അന്ധകാരങ്ങളും ഏത് മുറ്റിയതാണെങ്കിലും ഏതാണെങ്കിലും അതിനെ ഇന്ന് രാത്രി പുറത്തെടുക്കാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ദൈവത്തിൽ ഇന്ന് രാത്രി ഗരദേശത്തിലെ പിശാച് വച്ചിരിക്കുന്ന അതിനെ പൊളിക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഈ രാത്രി എത്രയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും? എല്ലാ കണ്ണുകളും അടയ്ക്കാം.